Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം. നമ്മുടെ നാട്ടിൽ വളരെ ഫേമസ് ആയി ഹിറ്റായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തേരോട്ടം തുടർന്നു കൊണ്ടിരിക്കുന്ന കൂടാതെ സോഷ്യൽ മീഡിയയിലും തേരോട്ടം തുടർന്നു കൊണ്ടിരിക്കുന്ന ഫുൾജാർ സോഡയുടെ ദോഷഫലങ്ങൾ അഥവാ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഫുൾജാർ സോഡ എന്ന് എഴുതിയ ബോർഡുകളാണ് പലയിടങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. ഈ പതഞ്ഞു പൊന്തി വരുന്ന ഈ ഫുൾജാർ സോഡ പല കളറുകളിലായിട്ട് നമുക്ക് ലഭ്യമാണ്. ഇത് അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുടെ എണ്ണവും ഒട്ടും കുറവല്ല. ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനൊരു വീഡിയോ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നല്ലവണ്ണം ഭക്ഷണം കഴിച്ച, അതായത് ഓയിലി ഫുഡ് ഇല്ലെങ്കിൽ ഫാറ്റി ഫുഡ് ഭക്ഷണം കഴിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ആൾക്കാർ അതിന് മുകളിൽ തണുത്ത വെള്ളം കഴിച്ചുക അല്ലെങ്കിൽ തണുത്ത സോഡ അല്ലെങ്കിൽ മറ്റു ശീതളപാനീയങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ വരുന്ന മാരകമായ അസുഖങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടതാണ്. വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനകത്തും ഈ വീഡിയോയുടെ മുകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഫുൾജാർ സോഡയുടെ ദോഷഫലങ്ങൾ. ഇതിനകത്ത് ഫസ്റ്റായിട്ട് ഫുൾജാർ സോഡ കഴിച്ചാൽ വരുന്ന മാരകമായ അസുഖം കോളോറക്ടൽ ക്യാൻസർ, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈലിനകത്ത് അതായത് കുടലിനകത്ത് വരുന്ന ക്യാൻസറാണ് ഫുൾജാർ സോഡ അല്ലെങ്കിൽ തണുത്ത ശീതളപാനീയങ്ങൾ ഇല്ലെങ്കിൽ സോഡ കഴിച്ചാൽ വരുന്ന ക്യാൻസർ. ഫസ്റ്റ് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ദോഷഫലം, നമ്മൾ തണുത്ത ശീതളപാനീയങ്ങൾ, വയറ് നിറയെ ഓയിലി ഫുഡ് ഇല്ലെങ്കിൽ ഫാറ്റി ഫുഡ്, ഇപ്പോൾ എക്സാമ്പിൾ നോമ്പ് തുറന്നതിന് ശേഷം ഇല്ലെങ്കിൽ അല്ലാത്തൊരവസ്ഥയിൽ ബിരിയാണി കഴിച്ചതിന് ശേഷം ഓയിൽ ഗീ അടങ്ങിയ അല്ലെങ്കിൽ നെയ്യ് അടങ്ങിയ നെയ്ച്ചോറ് ഇല്ലെങ്കിൽ ബിരിയാണി, മറ്റു പലഹാരങ്ങൾ ഇതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം ഒരു ദഹനത്തിന് വേണ്ടിയിട്ട് ഫുൾജാർ സോഡ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഫുൾജാർ സോഡ സ്റ്റൊമക്കിനകത്ത് പോവുകയും അവിടെ സ്റ്റൊമക്കിനകത്തുള്ള ആസിഡുമായി റിയാക്ട് ചെയ്ത് അത് ഫാറ്റായി മാറി ഇൻറ്റസ്റ്റൈനിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിങ്ങനെ കുമിളകളായിട്ട് വരും. ഇതേ അവസ്ഥയാവും നമ്മുടെ വയറിനകത്ത് ഉണ്ടാകുന്ന ഫുൾജാർ സോഡനകത്ത് നമ്മൾ മുമ്പ് കഴിച്ച ഓയിലി ഫുഡിനകത്തുള്ള ഓയിലും ഫുൾജാർ സോഡയും കൂടാതെ സ്റ്റൊമക്കിനകത്തുള്ള ഗ്യാസ്ട്രിക് ആസിഡും റിയാക്ട് ചെയ്ത് ഇത് കുമിളകൾ നമ്മുടെ കുടലിനകത്തോട്ട് സ്റ്റൊമക്കിൽ നിന്നും കുടലിനകത്തോട്ട് അതായത് ആമാശയത്തിൽ നിന്നും ഇൻറ്റസ്റ്റൈനിലോട്ടകത്തോട്ട് മൂവ് ചെയ്യുന്നു. ഇൻറ്റസ്റ്റൈനിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കസ് അതായത് നമ്മുടെ കുടലിൻ്റെ ഉപരിപടലങ്ങളിൽ ഇത് അടിഞ്ഞു കൂടുകയും അവസാനം ഇത് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ അഥവാ കോളോറക്ടൽ ക്യാൻസറായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ ദോഷഫലം. അതൊരു മാരകമായ ഒരു അസുഖമാണ്. 1000 പേരിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു അസുഖമാണ് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ. തണുത്ത വെള്ളം, ഓയിലി ഫുഡ് ഭക്ഷണത്തിന് മുകളിൽ കഴിച്ചാൽ വരുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനശേഷി കുറയുകയും അതുവഴി ഭക്ഷണത്തോടുള്ള താല്പര്യം പോവുകയും ചെയ്യുന്നു. കൂടാതെ സ്റ്റൊമക്കിനകത്ത് ഗ്യാസ്ട്രിക് ആസിഡ് ജ്യൂസിൻ്റെ സെക്രീഷൻ കൂടുകയും അതുവഴി വയറ് വീർത്ത് വരുന്ന ഒരു സമ്പ്രദായം വരികയും ചെയ്യുന്നു. മൂന്നാമത്തെ സൈഡ് എഫക്റ്റ് ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ, വിട്ടുമാറാത്ത വൺ സൈഡ് പെയിൻ ഓഫ് ദി ഹെഡ്, അതായത് തലയുടെ ഒരു ഭാഗത്ത് വിട്ടുമാറാത്ത ഒരു മൈഗ്രെയിൻ എന്നൊരു അസുഖം, വേദന എന്നൊരു അസുഖം വരുന്നു. അതിന് മൈഗ്രെയിൻ എന്നാണ് വിളിക്കുക. കൂടാതെ ഐസ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം നമ്മുടെ വാഗസ് നെർവ്, നമ്മുടെ ശരീരത്തിലുള്ള വാഗസ് നെർവിനെ ഉത്തേജിപ്പിക്കുകയും അതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ലെവൽ ഇറഗുലർ ആവും. അതായത് കറക്റ്റായിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ലെവൽ ആവില്ല. അതായത് നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വേഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഈ വേഗസ് നെർവും നമ്മുടെ ഹൃദയവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുവഴി നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ആവും, കറക്റ്റായിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ആവില്ല ഉണ്ടാവുക. പിന്നെ ഉണ്ടാവും സോർ ത്രോട്ട്. നമ്മുടെ ഈസോഫാഗസ്, നമ്മുടെ തൊണ്ടയിനകത്തുള്ള ഈസോഫാഗസ് അതിൻ്റെ മ്യൂക്കസ് ലൈൻ അതായത് അതിൻ്റെ ഉപരിതലത്തിലുള്ള ലൈനിനകത്ത് ഇൻഫെക്ഷൻ വരികയും അത് അവസാനം ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ അതായത് അവിടെ വീക്കം വരാൻ, നീർക്കെട്ട് വരാനും കാരണമാകുന്നു. ഇനി നമുക്ക് സോഡയിലോട്ട് വരാം. ഫുൾജാർ സോഡയുടെ കാര്യത്തിലോട്ട് തന്നെ വരാം. നമ്മൾ കുടിക്കുന്ന സോഡ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അതായത് CO2, ഇത് അഥവാ നമ്മളതിന് കാർബോണിക് ആസിഡ് എന്ന് പറയും. ഇത് ഒരു മാരകമായ ഒരു കാര്യമാണ്. മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ദോഷഫലങ്ങൾ, അതായത് സോഡയ്ക്കകത്താണെങ്കിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം നോക്കാം. മനുഷ്യ ശരീരത്തിലെ പല്ലുകളെയും എല്ലുകളെയും ദ്രവിച്ച് കളയുന്ന ഒരു കാര്യമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതായത് CO2 അഥവാ കാർബോണിക് ആസിഡ്.
ഈ എല്ലുകൾ ദ്രവിച്ച് കളയുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് ഓസ്റ്റിയോപോറോസിസും അതുകൂടാതെ റിമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നീ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. അതായത് നമ്മുടെ ഒരു കാലിൻ്റെ തുടയെല്ലും അതിൻ്റെ താഴെയുള്ള മുട്ടിന് താഴെയുള്ള എല്ലുകൾക്ക് ഇടയിലുള്ള കാൽമുട്ടിൻ്റെ 2 ഭാഗത്തുള്ള എല്ലുകൾ തമ്മിൽ തേയ്മാനം സംഭവിക്കും. അതിനകത്തുള്ള ഫോർ എക്സാമ്പിൾ ഞാൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കുറിച്ചാണ് പറഞ്ഞത്. 2നകത്തുള്ള അതിനകത്ത് ഉള്ള ലിക്വിഡ് നമ്മൾ 2 എല്ലുകൾക്കകത്തും കാർട്ടിലേജ് ഡാമേജായി അതിനകത്തുള്ള രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ വരും. ഈ അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇത് കൂടാതെ തന്നെ വരുന്ന ഒരു അവസ്ഥയാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട് ഈ അസുഖത്തെ. കൂടാതെ സ്ഥിരമായി സോഡ കഴിക്കുന്നവരിൽ വരുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 11 വർഷത്തെ ഒരു പഠനം, അതായത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ, അമേരിക്കയിലെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ 11 വർഷത്തെ ഒരു പഠനത്തിൽ 3318 സ്ത്രീകൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയുള്ളതാണ് 2 കിഡ്നികളും നശിച്ചു പോകുന്ന ഒരവസ്ഥ, അതായത് ദ്രവിച്ച കിഡ്നികൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയും, കൂടാതെ ഹൈ ലെവൽ ഓഫ് ഷുഗർ. ഇപ്പോൾ എക്സാമ്പിൾ ഏത് തരത്തിലുള്ള ശീതളപാനീയം കഴിക്കുകയാണെങ്കിൽ, കൂടാതെ ഈ ഫുൾജാർ സോഡനകത്ത് ആഡ് ചെയ്യുന്ന റെസിപ്പി അതിനകത്ത് ഷുഗറുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ അത് നമ്മുടെ പാൻക്രിയാസിന് അമിതഭാരം കൊടുക്കുകയും അതുവഴി നമ്മളൊരു ഷുഗർ പേഷ്യൻ്റായി മാറാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ വരുന്ന മറ്റ് ദോഷഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാടിലെ ഒട്ടുമിക്ക സോഡ ബോട്ടുകളും, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സോഡ ബോട്ടുകളിനകത്ത് PBA, അതായത് ബൈഫിനോൾ എ, അതായത് രാസവസ്തു ഫ്രീ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. രാസവസ്തു ഫ്രീ ആയിട്ടുള്ള സോഡ ആയിരിക്കില്ല നമുക്ക് ലഭ്യമാവുന്നത്. അത് കാരണത്താൽ തന്നെ PBA, അതായത് ബിസ്ഫിനോൾ എ എന്നുള്ള ഈ രാസവസ്തു, അതായത് BPA നമ്മുടെ ഹൃദയത്തിനും കൂടാതെ നമുക്ക് മാരകമായ ക്യാൻസർ വരാനും കാരണമാകുന്നുണ്ട്. ഇനി ഫുൾജാർ സോഡയ്ക്ക് നിറം പകരാൻ ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽ കളേഴ്സ് അനവധി അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് മീതൽ ഇമിഡസോൾ എന്നുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അത് ലങ്സ്, ലിവർ, തൈറോയ്ഡ് എന്നീ ഭാഗങ്ങളിൽ ക്യാൻസർ വരാനും അതോടൊപ്പം ലുക്യൂമിയ എന്നുള്ള മാരകമായ ബ്ലഡിനകത്ത് വരുന്ന RBCയുടെ കൗണ്ട് കുറഞ്ഞു വരുന്ന ആ ഒരു അസുഖത്തിനും കാരണമാവുന്നുണ്ട്. ഇനി 20% പുരുഷന്മാരിൽ ഹാർട്ട് ഡിസീസ് വരാൻ ഈ സോഡ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരിൽ 20% പുരുഷന്മാർക്ക് ഹൃദയ സംബന്ധമായ അസുഖം വരാൻ കാരണമാകുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3318 സ്ത്രീകളിൽ 11 വർഷത്തെ പഠനത്തിനകത്ത് അവരുടെ കിഡ്നി, അതായത് സ്ത്രീകളിൽ കിഡ്നി ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ സോഡ കഴിക്കുന്നവരിൽ, അത് സ്ഥിരമായിട്ട് കഴിക്കണമെന്നില്ല, ഒരു പക്ഷേ 1 തവണ 2 തവണ കഴിക്കുന്നവർക്കും ഒരു പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും ഈ അവസ്ഥ വരാൻ കാരണമാവാറുണ്ട്. നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ അവയവങ്ങൾ ഇപ്പോൾ ഏത് സ്ഥിതിയിലാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വീണ്ടും സോഡ പോലുള്ള മാരകമായ ശീതളപാനീയങ്ങൾ കുടിക്കുമ്പോൾ അത് നമ്മുടെ ആ അവയവങ്ങളെ വീണ്ടും വലിയ അപകടങ്ങളിലോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്നുണ്ട്. ഇനി സോഡ വെള്ളത്തിനേക്കാൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡയിൽ വെള്ളത്തേക്കാൾ pHൻ്റെ അളവ് കുറവായതിനാൽ ഫോർ എക്സാമ്പിൾ സോഡയ്ക്കകത്ത് 2.5 pH ആണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ വെള്ളത്തിനകത്ത് 7 pH ആണുള്ളത്. അപ്പോൾ വെള്ളത്തേക്കാൾ സോഡയിനകത്ത് pHൻ്റെ അളവ് വളരെ കുറവാണ്. ഈ ഒരു അവസ്ഥ പല്ലുകളുടെ ഇനാമൽ നഷ്ടമാവാനും അതുവഴി നമ്മുടെ പല്ലുകൾ ദ്രവിച്ചു പോകാനുള്ളൊരവസ്ഥയും കൂടാതെ എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയും വരാൻ കാരണമാകുന്നു. ഇത് മാരകമായ അസഹനീയമായ വേദന വരാൻ, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞു എല്ല് തേയ്മാനം വരാൻ, അല്ലെങ്കിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരാൻ, ഓസ്റ്റിയോസ്പോറോസിസ് വരാൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാൻ കാരണമാവാറുണ്ട്. ഇനി സോഡയിൽ അടങ്ങിയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡ് ഇത് എല്ലുകളിൽ നിന്ന് കാൽസ്യത്തെ നീക്കം ചെയ്യുകയും അതുവഴി എല്ല് തേയ്മാനം സംഭവിക്കുകയും ഇല്ലെങ്കിൽ എല്ലിന് വേദന വരാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി അമിതമായ സോഡ ഉപയോഗം ശ്വാസം മുട്ട് അഥവാ ആസ്മ വരാൻ കാരണമാകുന്നു. ഇനി ഈ നമ്മുടെ ഫുൾജാർ സോഡക്കകത്ത് അനവധി സ്പൈസി, അതായത് ഇപ്പോൾ മുളക് അല്ലെങ്കിൽ ഇഞ്ചി, ലെമൺ, പുതിന ഇവയെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഫുൾജാർ സോഡ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഇത് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഓൾറെഡി ഇതെല്ലാം ഫുൾ സ്പൈസി ആയിട്ടുള്ള കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൂടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള സോഡയും
ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഗ്യാസ്ട്രിക് HClന്റെ സെക്രീഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അവിടെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇൻറ്റെസ്റ്റൈനിലെ കോളോറക്ടൽ ക്യാൻസർ വരാൻ വളരെ കാരണമാകുന്ന ഒരവസ്ഥ സംഭവിക്കാറുണ്ട്. കൂടാതെ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലല്ലാതെ പുറത്ത് കടകളിൽ പോയിട്ട് ഫുൾജാർ സോഡ എല്ലാം കുടിക്കുന്ന വ്യക്തികളാണെങ്കിൽ മലിനജലത്തിൽ നിന്നും തയ്യാറാക്കുന്ന സോഡയോ അല്ലെങ്കിൽ മലിനജലത്തിൽ നിന്നും ഗ്ലാസ് വൃത്തിയാക്കുന്ന ഒരവസ്ഥ വരികയോ അതുവഴി ഇല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് സോഡ പ്രിപ്പയർ ചെയ്യുന്ന ഒരവസ്ഥയോ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് പറയുന്ന ഈ കറണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തുള്ള ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു അസുഖങ്ങൾ വരാതിരിക്കട്ടെ എങ്കിൽ പോലും കോളറ, തൈറോയിഡ്, ജോണ്ടിസ്, ഡയറിയ, ഡിസെൻട്രി എന്നീ മറ്റു മാരകമായ അസുഖങ്ങൾ വൃത്തിയില്ലാത്ത ഭാഗങ്ങളിൽ പോയി നിങ്ങൾ ഫുൾജാർ സോഡ എല്ലാം കഴിക്കുമ്പോൾ വരാൻ കാരണമാകുന്നു. ഇതാണ് ഫുൾജാർ സോഡ എന്നുള്ള ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ശീതളപാനീയത്തെക്കുറിച്ച് അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.